യെസ്, വീണ്ടും നിറക്കാഴ്ചകളിലേക്കാണ്. തിരുവനന്തപുരം മാനവീയം വീഥിയിലേക്ക് വീണ്ടും പോകുന്നു. ആകാശ ദൃശ്യങ്ങളിൽ ഇപ്പോൾ വളരെ മനോഹരമായ കേരളത്തിൻ്റെ തനിമയുള്ള കലാരൂപങ്ങളുടെ ഒരു മേളനം നമുക്ക് കാണാം. അവിടെ മയിലാട്ടമുണ്ട്, ഒപ്പം തിരുവാതിരക്കളിയുണ്ട്, അങ്ങനെ കൈകുട്ടിക്കളിയുണ്ട്, പഞ്ചവാദ്യ മേളമുണ്ട്, അങ്ങനെ എല്ലാ തരത്തിലുള്ള കലാരൂപങ്ങളും നമുക്ക് കാണാം. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചവിട്ടുനാടകം സംഘമുണ്ട്, ഒപ്പം യക്ഷഗാന സംഘമുണ്ട്. ഇവരെല്ലാം ഒത്തൊരുമിച്ചാണ് അവിടെ ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത്. ഒപ്പം ഈ കാണുന്നത് പോലെ നിശ്ചല ദൃശ്യങ്ങളുണ്ട്, ഫ്ലോട്ടുകളുണ്ട്, വിവിധ വകുപ്പുകളുടെ ഏകോപനമൊക്കെ നമുക്കവിടെ കാണാം. സലിം മാലിക്കുമൊപ്പം ഉമേഷ് ബാലകൃഷ്ണനും ചേർന്ന് പുതിയ വിവരങ്ങളുമായി ഉമേഷിലേക്കാണ് ഇനി. ഉമേഷ്, അവിടെ നമുക്ക് ഈ പറയുന്നത് പോലെ നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ പല കലാരൂപങ്ങൾ ഒരേ വേദിയിൽ ഒറ്റയടിക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അത് ആസ്വദിക്കാൻ കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റിടങ്ങളിൽ നിന്നൊക്കെയുള്ള ആൾക്കാർ, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ അടക്കം അവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കാണുന്ന കാഴ്ചകൾ എന്താണ്? പൂരക്കളി സംഘം വരുന്നു, കൈകുട്ടിക്കളിയുണ്ട്, വിവരങ്ങൾ. തീർച്ചയായും പ്രജന, വിവിധ മേഖലകളിൽ നിന്നുള്ള നമുക്കറിയാമോ, കേരളത്തിന്റെ ഓരോ മേഖലകളിലും അവരുടേതായ തനത് കലാരൂപങ്ങളും തനത് ആചാരങ്ങളും ഉണ്ട്. ഈ ആചാരങ്ങളെല്ലാം ഒന്നിച്ചൊരു കേന്ദ്രത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വാരാഘോഷത്തിൻ്റെ സമാപന ഘോഷയാത്രയിൽ ഏറ്റവും പ്രത്യേകത. അത് കൈകൊട്ടിക്കുളിയുണ്ട്, തിരുവാതിരയുണ്ട്, ഒപ്പം പുലിക്കളിയുണ്ട്, ഒപ്പം വിവിധ കലാരൂപങ്ങളുണ്ട്, വിവിധ ആയോധന കലകളുണ്ട്. അത്തരത്തിൽ ഈ കലാരൂപങ്ങളെയെല്ലാം ഒന്നിച്ചൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നു. ഒപ്പം സംസ്ഥാനത്തിൻ്റെ വിവിധ വികസന നേട്ടങ്ങൾ, അത് വിവിധ വകുപ്പുകൾ നേടിയിട്ടുള്ള, ഇതുവരെ കൈവരിച്ചിട്ടുള്ള വികസന നേട്ടങ്ങൾ, ആ വികസന നേട്ടങ്ങൾ ഏത് രീതിയിൽ നിശ്ചല ദൃശ്യങ്ങളിലൂടെ, നിശ്ചല പ്ലോട്ടുകളിലൂടെ നമുക്ക് ഈ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ കഴിയുമോ, അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളും ഒരുക്കുന്നു. ഈ രീതിയിലുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് ഈ ഒരു യാത്രയുടെ, ഈ ഒരു വാരാഘോഷ സമാപന ഘോഷയാത്രയുടെ ഏറ്റവും എടുത്തു പറയേണ്ട പ്രത്യേകത. ആ പ്രത്യേകത തന്നെയാണ് ഇത് എത്രത്തോളം മിഴിവേകുന്നു, എത്രത്തോളം ഭംഗി നൽകുന്നു എന്നുള്ളതിൻ്റെ പ്രത്യേകതയും. ഒപ്പം നമുക്കറിയാം, നമ്മുടെ ഈ ഒരു ഘോഷയാത്രയുടെ കാണാനിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഫ്ലാഗ് ഓഫ് ചെയ്തപ്പോൾ ഈ ഒരു ഓണത്തിന് സന്ദേശം പൂർണ്ണമായി ഉൾക്കൊണ്ടുള്ള ഫ്ലാഗ് ഓഫിങ് പോലുമായിരുന്നു. എന്ത് തരം ഭിന്നതകൾ, സർക്കാർ ഗവർണർ ഭിന്നതകൾ ഉണ്ടെങ്കിലും ഓണം എന്നുള്ള ഒറ്റ വികാരത്തിൽ മലയാളികൾ ഒന്നിക്കുന്നത് പോലെ ഗവർണർ രാജേന്ദ്ര ആർലേക്കറും മുഖ്യമന്ത്രിയും ഒരൊറ്റ വേദിയിൽ നിന്ന് ഇതിൻ്റെ ഫ്ലാഗ് ഓഫിങ് നടത്തുന്നു. ഒന്നിച്ച് ഈ ഒരു കാഴ്ചകൾ പൂർണ്ണമായി ആസ്വദിക്കുന്നു. ആ കാഴ്ചകൾ കാണാൻ തിരുവനന്തപുരം നഗരത്തിൻ്റേത് മാത്രമല്ല, വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒന്നിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നുവരെയുള്ള പ്രതിനിധികളും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അതിഥികളടക്കമുള്ളവരും ഇതിൻ്റെ ഓരോ റോഡിൻ്റെ ഇരുവശത്തും കാത്തിരുന്നുകൊണ്ട്, നമുക്കറിയാം ഇത് എപ്പോൾ തുടങ്ങിയതാണ്, കൃത്യം 4 മണിക്ക് ഫ്ലാഗ് ഓഫിങ് തുടങ്ങുന്നതാണ്. അത് ഇപ്പോഴും മാനവീയം വീതി ഫ്ലാഗ് ഹോസ്റ്റിംഗ് ആരംഭിച്ച മാനവീയം വീതിയിൽ പൂർണ്ണമായി ആ പ്ലോട്ടുകൾ പൂർണ്ണമായി മാറിക്കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അത് പൂർത്തിയായി കഴിഞ്ഞിട്ടില്ല. ഈ രീതിയിൽ ഓരോ ആളുകളും ഓരോ ചെസ് നമ്പറുകൾ കഴിയുമ്പോഴും ഓരോ വർണ്ണാഭമായ കാഴ്ചകൾ ഈ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ആ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുമ്പോൾ എത്തുന്ന ഓരോന്നിനും അതിൻ്റേതായ ഒരു വർണ്ണ ഭംഗിയുണ്ട്, അതിനൊരു ചരിത്രമുണ്ട്, അതിനൊരു കൾച്ചറുണ്ട്. എന്തായാലും അവയെല്ലാം ഒരേ രീതിയിൽ, ഒരേ ആവശ്യത്തോടു കൂടി ഈ പ്രേക്ഷകർക്ക് മുന്നിലേക്കും നമ്മൾ എത്തിക്കുന്നു. എന്തായാലും ഇതേ രീതിയിൽ കേരളത്തിൻ്റെ ചരിത്രം, കേരളത്തിൻ്റെ കല, കേരളത്തിൻ്റെ സംസ്കാരം, ഇവയെല്ലാം വിളിച്ചോതിക്കൊണ്ടുള്ള ഓരോ പ്ലോട്ടുകൾ ഇപ്പോൾ ഓരോ ഭാഗത്തു കൂടി കടന്നു പോവുകയാണ്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും, ഒപ്പം മുഖ്യമന്ത്രിയും മറ്റ് VIP-മാരും ഇരിക്കുന്ന സെൻട്രൽ ലൈബ്രറി ഹാളിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളെല്ലാം ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഇത് നേരെ എത്തുന്നത് കിഴക്കേക്കോട്ടയിലേക്കാണ്. കിഴക്കേക്കോട്ടയിൽ നിന്ന് ആദ്യ ഭാഗം വളരെ വേഗത്തിൽ കടന്നുപോയി എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. കാരണം ഇപ്പോൾ ഇടയ്ക്കൊരു ഏകദേശം ഒരു 10 മിനിറ്റോളം ഗ്യാപ്പ് രണ്ടാമത്തെ പ്ലോട്ട് എത്താൻ വേണ്ടി ഉണ്ടായിരുന്നു. ആദ്യ ഭാഗത്ത് സ്കേറ്റിംഗ്, ഒപ്പം വിവിധ ആയോധന കലകൾ, ഒപ്പം വിവിധ പ്രകടനങ്ങൾ, വിവിധ സേനാ അംഗങ്ങളുടെ പ്രകടനങ്ങൾ എന്നിവയെല്ലാമായിരുന്നു. അവ വിവിധ കേന്ദ്രങ്ങളിലെത്തി, അതായത് എല്ലാ ഫുൾ ടൈം അത് പ്രകടനങ്ങൾ നടത്തി പോവുകയായിരുന്നില്ല. ഏകദേശം ഒരു 100 മീറ്റർ കൂടുമ്പോൾ പ്രകടനങ്ങൾ നടത്തുക, ആ രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ തുടക്കം വളരെ വേഗത്തിൽ മുന്നോട്ട് പോയി. പക്ഷേ ഇപ്പോൾ വീണ്ടും അത് ഒരു വേഗം, ഈ ഒരു ഘോഷയാത്രയുടെ വേഗം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ആ വേഗം കുറഞ്ഞെങ്കിലും നയനമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത്. അതും ഓരോ പ്ലോട്ടുകളും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. അതും ഓരോ വാദ്യമേളങ്ങൾ നമുക്ക് ഈ കണ്ണിന് മാത്രമല്ല, നമ്മുടെ ഈ സംസ്കാരം വിളിച്ചോതുന്ന നമ്മുടെ ചെവികൾക്കും നമ്മുടെ ശ്രവണങ്ങൾക്കും കൃത്യമായി അതിൻ്റെ ഒരു ഭംഗി നൽകുന്ന വിവിധ താളങ്ങളോട് കൂടിയുള്ള പ്ലോട്ടുകൾ ഓരോ ഭാഗത്തു കൂടി കടന്നു പോകുന്നു. എന്തായാലും ഇപ്പോൾ സംസ്കാരം വിളിച്ചോതിക്കൊണ്ടുള്ള, നമ്മുടെ കേരളത്തിൻ്റെ തന്മ വിളിച്ചോതിക്കൊണ്ടുള്ള പ്ലോട്ടുകളും ആയോധന കലകളും ആചാരങ്ങളും എല്ലാം ഓരോ ഭാഗത്തു കൂടി കടന്നു പോവുകയാണ്. കാണാൻ
നിരവധി പേർ ഈ റോഡിൻ്റെ ഇരുവശവും കത്തി നിൽക്കുന്നു. ഇത് തുടങ്ങുന്ന സമയത്ത്, അതായത് ഫ്ലാഗ് ഹോസ്റ്റിംഗ് തുടങ്ങുന്ന സമയത്ത് 4 മണി മുതൽ, ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം സ്റ്റാച്യു സെക്രട്ടേറിയറ്റിന് മുന്നിലാണ്. ഇവിടെയും ആളുണ്ടായിരുന്നു. അതായത് ഏകദേശം 4 മണിക്ക് മുൻപ് ഏകദേശം 3:30 കൂടി തന്നെ ഈ റോഡ് പൂർണ്ണമായി ഗതാഗതം നിയന്ത്രിച്ചിരുന്നു. ആ സമയം മുതൽ റോഡിൻ്റെ ഇരുവശവും ആളുകൾ ഈ ഓണം വാരാഘോഷത്തിൻ്റെ സമാപന ഘോഷയാത്ര കാണാൻ വേണ്ടി ആളുകൾ തടിച്ചുകൂടിയിരുന്നു. അത്രത്തോളമുണ്ട് ഈ തിരുവനന്തപുരത്തിൻ്റെ ഈ ഓണം വാരാഘോഷ ഘോഷയാത്രയ്ക്കിടെ ചരിത്രം. കാരണം ഓരോ ആഘോഷങ്ങളും പൊട്ടിക്കലാശിക്കുകയാണ് ഈ ഓണം വാരാഘോഷത്തോടു കൂടി. കേരളത്തിൽ ഒരുപക്ഷെ നമ്മൾ തൃക്കാക്കരയിൽ നിന്ന് ഓണത്തിന് തുടക്കം കുറിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഈ ഓണം വാരാഘോഷ ഘോഷയാത്രയുടെ സമാപനത്തോടു കൂടി അതിന് അവസാനം കുറിക്കുകയാണ്. നമ്മൾ സാധാരണ ഓണം സർക്കാരിൻ്റെ മറ്റ് നടപടികളെല്ലാം അല്ലെങ്കിൽ വർക്കിംഗ് ഡേയ്സ് എല്ലാം ഇന്നലെ തന്നെ ആരംഭിച്ചിരുന്നെങ്കിൽ പോലും ഈ വാരാഘോഷ സമാപനത്തോടു കൂടിയാണ് തിരുവനന്തപുരത്ത് ഈ ഓണാഘോഷത്തിൻ്റെ സമാപനം ഉണ്ടാവുക. അത് തന്നെയാണ് ഈ റോഡിൻ്റെ ഇരുവശത്തും ഇത് കാണാൻ സമയം വൈകിയും ഇനി ഈ റോഡിൻ്റെ ഇരുവശത്തും ഇരിക്കുന്ന ആളുകളെല്ലാം പല സ്ഥലങ്ങളിൽ തിരുവനന്തപുരം നഗരത്തിൻ്റേതാകട്ടെ ഒരുപക്ഷെ സമീപ ജില്ലകളിൽ നിന്നാകട്ടെ അവരെല്ലാം തിരികെ എത്താൻ പോലും മണിക്കൂറുകൾ എടുക്കും. ഈ മണിക്കൂറുകൾ ഒരുപക്ഷെ ഗതാഗത കുരുക്കിൽപ്പെട്ടേക്കാം. പക്ഷെ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ റോഡിൻ്റെ ഇരുവശവും നിന്ന് ഈ ഓരോ കേരളത്തിൻ്റെ തനിമ വിളിച്ചോതുന്ന ഓരോ പ്ലോട്ടുകളും ഓരോ കലാരൂപങ്ങളും ഓരോ പ്രകടനങ്ങളും ആസ്വദിച്ചവർ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ എന്തായാലും ഈ കുറച്ചുകൂടി സന്ധ്യ വൈകി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ നയനമനോഹരമാവും കാഴ്ചകൾ. ഈ തിരുവനന്തപുരം നഗരം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പൂർണ്ണമായി വർണ്ണാഭമായ ലൈറ്റുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. എന്തായാലും ആ കാഴ്ചകൾ കൂടി എന്തായാലും പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ എന്തായാലും ലൈറ്റുകൾ തെളിഞ്ഞു തുടങ്ങി. അതിൻ്റെ പൂർണ്ണ ഭംഗി എത്തണമെങ്കിൽ കുറച്ചുകൂടി സൂര്യൻ താഴ്ന്നു കഴിഞ്ഞാൽ പൂർണ്ണമായി ഈ ദൃശ്യമനോഹരമായ ആ ലൈറ്റുകളുടെ കാഴ്ചകൾ കൂടി കാണാനാകും. എന്തായാലും അതുകൂടിയാണ് അത്തരം ഒരു ഗംഭീര കാഴ്ചകൾ കൂടിയാണ് പ്രേക്ഷകരെ കാത്തിരിക്കുന്നതും. പ്രജിൻ, സുമേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5:44 ആയിരിക്കുന്നു. ഏതാണ്ട് 6:06 കൂടി തന്നെ മാനവീയം വീഥിയിൽ ഇരുട്ട് പരക്കും. അപ്പോഴേക്കും ലൈറ്റുകൾ അവിടെ വർണ്ണവിസ്മയം തീർക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. LED ബൾബുകൾ, LED ലൈറ്റുകൾ കൊണ്ട് അവിടെ തീർക്കുക നയനമനോഹരമായ കാഴ്ചയായിരിക്കും എന്നാണ് ഉമേഷ് ബാലകൃഷ്ണൻ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.